ബോട്ട് ഡ്രൈവറാണ് അത്. മലയാളി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സ്റ്റൈലിലൂടെ വല വീശാണ്. അങ്ങനെ ഇന്നത്തെ കിട്ടിയ മീനൊക്കെ ആയിട്ട് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിജോ പൗലോസ്. ഇന്നത്തെ വീഡിയോ അമേരിക്കയിലെ ഫിഷിങ്ങിനെ കുറിച്ചാണ്. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഫിഷിങ്ങിന് പോവുകയാണ്. ന്യൂയോർക്കിൽ ഫ്ലഷിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ബോട്ട് ആരംഭം കുറിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 7 മണിക്കൂറാണ് അവർ നമുക്ക് തരുന്നത്. 7 മണിക്കൂറിന് ഏകദേശം അവർ ചാർജ് ചെയ്യുന്നത് $1500 തൊട്ട് $2000 വരെയാണ്. 22 പേർക്ക് നമുക്ക് യാത്ര ചെയ്യാം, അതായത് ഫിഷിങ് ചെയ്യാം. ഫിഷിങ്ങിന് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അവർ നമുക്ക് തരും. അപ്പം ഞങ്ങൾ ബോട്ട് തേടി പോവാണ്. ബോട്ട് കിടക്കുന്നത് ഇവിടുന്ന് ഇത്തിരി ദൂരെയാണ്. അവിടെ വരെ നടക്കണം. ആ ഭാഗത്താണ് ബോട്ട് കിടക്കുന്നത്. ഇതാണ് ഞങ്ങൾ പോണ ബോട്ട്. എല്ലാവരും ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കാരുടെ ഒരു വിനോദമാണ് ഹണ്ടിങ്, അതുപോലെ തന്നെ ഫിഷിങ്. അപ്പോൾ ഹണ്ടിങ് ഫിഷിങ് എന്നൊക്കെ പറഞ്ഞാൽ അവർ മിക്കവാറും വലിയ വലിയ മീനൊക്കെ കിട്ടിയാലും മിക്കവാറും അവർ കൊണ്ടുപോകാറില്ല. അവർക്ക് ഇത് ജസ്റ്റ് ഒരു വിനോദം അല്ലെങ്കിൽ ഒരു ഹോബി, ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം 22ഓളം പേരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മീൻ പിടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി പോകുന്ന ബോട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ അതായത് ചുറ്റും മറ്റേ ചൂണ്ട നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, പുള്ളി ചൂണ്ട ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട്. അങ്ങനെ 22 ചൂണ്ടകൾ പുള്ളി ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. അതായത് 22 പേർക്കാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നത്. അപ്പോൾ 22 പേർക്ക് ചൂണ്ടയിടാവുന്ന രീതിയിൽ. അപ്പോൾ ഈ 7 മണിക്കൂർ നേരം നമ്മൾ പിടിക്കുന്ന ഫിഷെല്ലാം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ബോട്ടിന് അവർ ചാർജ് ചെയ്യണത് $1500 തൊട്ട് $2000 വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22 പേർക്കാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഫിഷിങ്ങിന് പോണത്. ഇത് ഏതാ സ്ഥലം? ഇത് ന്യൂയോർക്ക് സിറ്റിയാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ 22 പേരടങ്ങുന്ന സംഘം ഞങ്ങൾ ഫിഷിങ്ങിന് ഇറങ്ങിയാണ്. ഒരു ഫണ്ണായിട്ട് എടുത്തുകൊണ്ട് സ്വന്തമായിട്ട് ബോട്ട് റെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു 5-6 മണിക്കൂർ ഉൾക്കടലിലോട്ട് പോയി ഫിഷിങ് നടത്താനാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ പോർഗീസ് പിടിക്കാനാണ്. ഉപയോഗിക്കുന്നത് ചെമ്മീനിട്ടാണ് അവർ പിടിക്കുന്നത്. വലിയ ഗ്രൂപ്പൊക്കെ പോകുമ്പോൾ സാധാരണ ഒരു പോർഗീസും അങ്ങനെയുള്ള മീനിക്കും അത് ഒത്തിരി കിട്ടും. അല്ലെങ്കിൽ വൈകിട്ടൊക്കെ പോവുകയാണെങ്കിൽ മറ്റേ വലിയ സ്ട്രൈപ്പർ അതിനൊക്കെ പോകുന്നു. അത് പിന്നെ ലിമിറ്റ് ഉണ്ട്. ഒരാൾക്ക് 1-2 കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂയോർക്ക് ന്യൂജേഴ്സിക്കൊക്കെ വേറെ റൂളുകളൊക്കെ ഉണ്ട്. പോർഗീസ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിന്റെ സൈസ് ഒരു 9 ഇഞ്ച് കൂടുതലാണെങ്കിലും കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ തിരിച്ചു വിടണം. മീനിട്ട് കൊടുക്കേണ്ട ഇര അവർ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാണ് അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. And you're going to reel it in. You just turn the handle to reel, all right? When you reel up the rods, reel it up to right about here. See the distance from the tip to the weight? If you reel it up here, you're going to break the rod. You're going to break the tip, all right? You flip it, and that lets the line out. You're going to let it all the way down to the bottom, and then you're going to close that lever.
ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു. ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അവർ പറയുന്നത് ഇവിടെ ഫിഷിങ്ങിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആള് റെഡിയായി. റോബിൻ കിട്ടി. രണ്ടാമത് ഇവിടെ വന്നോണ്ടിരിക്കുകയാണ്. There you go. There we go. 2 up. കിട്ട വഴി രണ്ടെണ്ണം കിട്ടി. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെന്താ പ്രശ്നം? ചെറുതായതുകൊണ്ട് തിരിച്ച് ഓക്കെ. ഇതേത് മീനാ? ഇത് Portuguese, right? This is Portuguese. Nah, we don't have to eat. ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? അടുത്ത മീൻ കിട്ടി. എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ? ഒറ്റയടിക്ക് രണ്ടെണ്ണം. വീണ്ടും ഒരു ഷാർക്ക്. ഇവിടെ ബോട്ടുകാർ ചെയ്യണത് ഇങ്ങനെ മീനുള്ള സ്ഥലം നോക്കിയാൽ ഇങ്ങനെ മാറി മാറി പല സ്ഥലത്തും നമ്മളെ കൊണ്ടുപോയി ഫിഷിങ്ങിനുള്ള അവസരങ്ങൾ തരും. ചില സ്ഥലത്തൊക്കെ ഒത്തിരി മീൻ കിട്ടും, ചിലയിടത്തൊന്നും കിട്ടില്ല. ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബോട്ട് ഡ്രൈവറാണ് അത്. ഇപ്പം മലയാളി തന്നെയാണ് ബോട്ട് കൺട്രോൾ ചെയ്യണത്. ഇതൊക്കെയാണ് ഇവരുടെ. What is this? This is GPS? depth fog. You see some bigger fish on here. Oh. This is GPS. Okay. അതായത് ഈ സ്ക്രീൻ ഫിഷ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഫിഷ് ഉള്ള ഏരിയയിലാണ് അവര് ഈ ബോട്ട് നിർത്തുന്നത്. Water temperature. ഇത് നാവിഗേഷൻ. അതിപ്പുറത്ത് കാണുന്നത് നാവിഗേഷൻ. ആക്ച്വലി ഇപ്പൊ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്നോട് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ തന്നുകൊണ്ട് എന്നോട് ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് ഇതും നാവിഗേഷനാണ്. ഇത് മീൻ ഉള്ള ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അത് ഇപ്പോൾ ഫാസ്റ്റായിട്ടാണ് പോണത്. അതായത് ഇത് 2 എഞ്ചിനാണ് ഈ ബോട്ടിനുള്ളത്. ഒരെണ്ണം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ പോകും, 2ഉം കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ പോകും. You do that, they're gonna drop it in. Like they're gonna drop it at once. ഈ വലിയ ഡോട്ട് കാണുന്നത് വലിയ ഫിഷുകളുള്ള ഏരിയ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കത് പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഫിഷ് വരുന്ന സ്ഥലത്ത് ഇത് നിർത്തും. പിന്നെ നമുക്ക് മീനെ പിടിക്കാവുന്ന രീതിയിലുള്ള, അതായത് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. കാരണം ഓരോ സ്ഥലത്തും ഓരോ റെസ്ട്രിക്ഷൻ ഉണ്ട്.
നമുക്ക് പറ്റുന്ന ഒരു സൈസ് ഉണ്ട്. ഒരു പരിധിയിൽ ചെറുതാണെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റില്ല, കൂടിയതാണെങ്കിലും പിടിക്കാൻ പറ്റത്തില്ല. അതിന്റെ കറക്റ്റ് എത്ര ഇഞ്ചാന്നുള്ളത് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആ വലുപ്പത്തിന് ഉള്ളിലുള്ള ഫിഷ് ഇതിനകത്ത് ഈ മോണിറ്ററിൽ അവർ കാണിക്കുമ്പോൾ അവർ നിർത്തിയിട്ട് നമ്മളോട് പറയും നിങ്ങൾ ഫിഷിങ് നടത്തിക്കൊള്ളാൻ പറയും. ഇത് മൈക്കാണ്. ഇപ്പം ഇവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള മൈക്കാണ്. അപ്പോൾ താഴെ എല്ലാവരും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും പറയാണ്, ഹലോ, ഇവർ പ്രത്യേകം പറയണം ആരും ചീട്ട് കളിക്കരുത്, എല്ലാവരും പുറത്തിറങ്ങി, ഹലോ എല്ലാവരും പുറത്തിറങ്ങി മീനെ പിടിക്കാനാണ് പറയുന്നത്. ഇനിയുള്ള ഏരിയയിൽ ഒത്തിരി മീനുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നോ. Are you on the sea depth finder? 110 feet. I have a ton of fish down there. A ton of fish. How many feet? 110. Oh, 110 ഫീറ്റിന്റെ അടിയിൽ ഒത്തിരി ഫിഷ് ഉണ്ടെന്നാണ് പുള്ളി ഇപ്പോൾ പറയണത്. പുള്ളി എന്നിട്ട് മറ്റുള്ള ഫിഷ് ചെയ്യുന്നവർക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ട് ഡ്രൈവർ പറയുകയായിരുന്നു, ഈ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഈ കാണുന്ന ബിൽഡിങ് പണ്ട് കാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്നാണ് അവർ വധിക്കുന്നത്. ഇപ്പോഴല്ല കേട്ടോ, പഴയ കാലത്ത്. മീനെന്താന്നല്ല കൊടുത്തുണ്ടോ? മീനെന്താന്നല്ല അറിവുണ്ടോ? ബങ്കർ. നമ്മുടെ നാട്ടിലെ സ്റ്റൈലിലൂടെ വല വെച്ചാണ്. നമ്മുടെ ബോട്ട് ഡ്രൈവർക്കൊക്കെ ഭയങ്കര അതിശയമായിട്ട് ഞാൻ നോക്കി കാണുന്നത് എന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടി. ഓക്കെ, ഇവർക്കൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര അതിശയം. അത്ര കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വീശാൻ പറ്റുന്നതെന്ന് ഒരു ചോദിക്കും. ഇവർ നമ്മുടെ വീശുവല കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വീശുന്ന സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ മീൻകൂട്ടങ്ങൾ വരുമ്പോൾ ഇവർ പറയും നിങ്ങൾ വീശി പിടിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞേക്കാണ്. അപ്പോൾ അങ്ങനെ വീശാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. Let it sink. ഒരു സൈഡിൽ പിടിച്ച മീനുകളൊക്കെ ഇവർ തന്നെ ക്ലീൻ ചെയ്ത് തരും. അവിടെ ഫിഷിങ് പതിവ് പോലെ തന്നെ നടക്കണം. ഇതെന്തോ സാധനം എന്നറിയില്ല, ഇത് ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത്. I can't take everyone, but No, but maybe One other person. Yeah? yeah, you can take 2, 3. Just like that. അങ്ങനെ ഇന്നത്തെ കിട്ടിയ മീനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഏറ്റവും വലിയ മീൻ 2 അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഈ ബോട്ട് ഓടിക്കുന്നത് മൈക്ക് തന്നെയാണ്. നേരത്തെ വലിയ ബോട്ടായിരുന്നു. അതിൻ്റെ വലയും കൊണ്ട് മീൻ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ വല കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ ഈ വലയും കൊണ്ട് നമുക്കിവിടെ മീൻ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ചെറിയൊരു ബോട്ട് എടുത്ത് നമ്മൾ ഈ ഹഡ്സൺ റിവറിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മൈക്ക് നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ ഇവിടെ അമേരിക്കയിലുള്ളവർക്കൊക്കെ ഫിഷിങ് നടത്താൻ താല്പര്യമുള്ളവർക്ക് മൈക്കായിട്ട് ബന്ധപ്പെടാം. ഇതിപ്പോൾ ഞാൻ പ്രത്യേകം മൈക്കിൻ്റെ നമ്പർ തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം മൈക്ക് ചേച്ചിയാണ് ബനിയന്മ തന്നെ എല്ലാം ഉണ്ട്. മൈക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yeah.